പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സൂക്ഷ്മരൂപത്തിൽ മുട്ടയുടെ ഉള്ളിൽ ഇരിക്കുന്ന ജീവൻ കാലമാകുമ്പോൾ കുഞ്ഞിൻ്റെ രൂപത്തിൽ മുട്ട പൊട്ടി പുറത്ത് വരും പോലെ ബ്രഹ്മം അണ്ഡരൂപത്തിലായിരുന്നു. കാലമായപ്പോൾ തനിക്ക് വികസിക്കണം എന്ന് ഇച്ഛിച്ചു. അപ്പോൾ അണ്ഡം പൊട്ടി പ്രകൃതി ഉണ്ടായി. അണ്ഡം പൊട്ടിയ ശബ്ദമാണ് പ്രണവം അഥവാ ഓംകാരം. പ്രണവത്തിൽ അക്ഷരങ്ങൾ, വർണ്ണങ്ങൾ, ദേവതകൾ എല്ലാം അടങ്ങിയിരിക്കുന്നു. പിന്നീട് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നതാണ് പഞ്ചഭൂതങ്ങൾ. ഇവ സൂക്ഷ്മങ്ങളാകയാൽ കാണുവാനോ അനുഭവിപ്പാനോ സാധ്യമല്ല. അതിൻ്റെ തന്മാത്രകളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അനുഭവിക്കുന്നത് കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി എന്നിവ. പഞ്ചഭൂതങ്ങൾ കാണുവാനും അനുഭവിപ്പാനും സാധിക്കുന്നത് പഞ്ചീകരണത്തിന് ശേഷമാണ്. പഞ്ചീകരണം എങ്ങനെയെന്ന് നോക്കാം. ഓരോ ഭൂതങ്ങളെയും രണ്ടായി ഭാഗിക്കണം. അതിൽ ഓരോ അർത്ഥഭാഗത്തെയും 4ആയി ഭാഗിക്കണം. 4ആയി ഭാഗിച്ചതിൽ ഓരോ ഭാഗമെടുത്ത് അർദ്ധഭാഗത്തിൽ ചേർക്കണം. അതോടെ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ഭൂതങ്ങളുടെയും ചേർച്ചയുണ്ടാകുന്നു. ഇതാണ് പഞ്ചീകരണം. അതോടെ അനുഭവിപ്പാനും കാണുവാനും സാധ്യമായി. ആകാശമാകുന്ന ഭൂതത്തിൻ്റെ ഗുണം ശബ്ദമാണ്. അറിയുന്ന ഇന്ദ്രിയം ചെവിയും. രണ്ടാമതായി വായു ഗുണം ശബ്ദസ്പർശമാണ്. ഇന്ദ്രിയം ചെവി, ത്വക്ക്. മൂന്നാമതായി അഗ്നി ഗുണം ശബ്ദം, സ്പർശം, രൂപമാണ്. ഇന്ദ്രിയങ്ങൾ ചെവി, ത്വക്ക്, കണ്ണ് എന്നിവയാണ്. നാലാമതായി ജലമാണ്. ഗുണം ശബ്ദം, സ്പർശം, രൂപം, രസമാണ്. ഇന്ദ്രിയങ്ങൾ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്. അഞ്ചാമതായി ഭൂമിയാണ്. ഗുണങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമാകുന്നു. ഇന്ദ്രിയങ്ങൾ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്. പഞ്ചഭൂതങ്ങളിലാണ് പ്രകൃതി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാം. ആകാശത്തിൻ്റെ ഗുണം ചെവി അറിയുന്നു. വേറെ ഒന്നും അറിയുന്നില്ല. അതാണ് ശബ്ദം. രണ്ടാമതായി വായു. അതിൻ്റെ ഗുണം 2ആണ്. ശബ്ദം, സ്പർശം. വായു ചലിക്കുന്നത്
ചെവിയും ത്വക്കും അറിയുന്നു. ഇപ്പോൾ ആദ്യത്തെ ഒന്നും ഇപ്പോഴത്തെ രണ്ടും കൂടി മൂന്നായി. അഗ്നി മൂന്നാമത്തെ ഭൂതമാണ്. അതിൻ്റെ ശബ്ദം ചെവിയും ചൂട് ത്വക്കും രൂപം കണ്ണും കാണുന്നു. അഗ്നിയുടെ തന്മാത്ര മൂന്നും ആദ്യത്തേത് മൂന്നും കൂടി ആറായി. ജലത്തിൻ്റെ സ്പർശം ചെവിയും ചൂട് തണുപ്പ് ത്വക്കും രൂപം കണ്ണും രസം നാക്കും അറിയുന്നു. ജലത്തിൻ്റെ 4 തന്മാത്രകൾ ആദ്യത്തേത് 6ഉം കൂടി 10ആയി. മണ്ണിൻ്റെ ശബ്ദം ചെവിയും സ്പർശം ത്വക്കും രൂപം കണ്ണും രുചി നാക്കും മണം മൂക്കും അറിയുന്നു. അതിൻ്റെ തന്മാത്രകൾ 5ഉം ആദ്യത്തേത് 10ഉം ചേർന്ന് 15ആയി. അതിൻ്റെ കൂടെ ബ്രഹ്മ അംശമാകുന്ന ജീവൻ ചേരുമ്പോൾ 16ആയി. ഈ തത്വത്തിൻ്റെ ഗുണാംശമാണ് ദേവന്മാർക്ക് എന്നും 16 വയസ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവങ്ങളാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ ഈ ശരീരവും പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഓരോ ശരീരവും പഞ്ചഭൂതങ്ങളാണെന്ന് മനസ്സിലാക്കാം. ആറാമതായി ഒരു ഭൂതം ഇല്ല, ഉണ്ടാക്കാനും സാധ്യമല്ല. ഹരി ഓം.